വരുമായിരുന്നു. പരിപ്പ് സ്കൂളിൻ്റെ തൊട്ടിപ്പുറത്ത് വെച്ച് പല സൈഡിൽ നിന്ന് പെട്ടെന്ന് തോന്നുന്നു ഇടിക്കുന്നതാണ് വന്ന്. അപ്പോൾ അറിയാതെ കാട്ടുപോത്ത് വന്ന് ഡോറിലിടിച്ച് എൻ്റെ കയ്യിൽ നിന്ന് വണ്ടി നിയന്ത്രണം വിട്ടുപോയി. എങ്ങോട്ട് പിടിക്കണമെന്നൊരു ഇതുമില്ലാതായിപ്പോയി. അങ്ങനെ അവിടുന്ന് ഒരു വീടിൻ്റെ മതിലിലേക്ക് ഞാൻ തട്ടി വണ്ടി ഇടിച്ചാൽ കയറി. പിന്നെ ഒരു 10-15 മിനിറ്റ് ആ കാട്ടുപോത്ത് അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. ഇന്നലെ രാത്രി 7:40 ആ ദൃശ്യങ്ങളിൽ കണ്ട അപകടം നടന്നത്. അതായത് ഈ കുടുംബം, ഈ 5 പേരടങ്ങുന്ന കുടുംബം പാങ്ങോട് നിന്ന് കുളത്തൂപ്പുഴയിലെ ഇവരുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അരിപ്പയ്ക്ക് സമീപമുള്ള ഒരു പ്രധാന പാതയിൽ വെച്ചാണ് ഈ അപകടം നടക്കുന്നത്. വലിയൊരു ഭാഗ്യം കൊണ്ടാണ് വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. അതായത് ആ ബോണറ്റ് ഭാഗത്താണ് ഈ കാട്ടുപോത്ത് കൊമ്പുകൊണ്ട് ഇടിച്ചിരിക്കുന്നത്. അതൊരൽപ്പം മാറിയിരുന്നെങ്കിൽ നേരത്തെ അവർ പറഞ്ഞതുപോലെ അത് ഡ്രൈവറിന്റെ വശത്തേക്ക് എത്താൻ വലിയ ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ അപകടത്തിൽ ഉണ്ടായിരുന്ന, ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഈ പുത്തൻപുരയിൽ വീട്ടിൽ ഷെരീഫും കുടുംബവുമായിരുന്നു. ഷെരീഫ്, ഭാര്യ അസീന, മക്കളായ മുഹമ്മദ് ഷാഹിൽ, മുഹമ്മദ് ഷെഹിൻ, ഈ അസീനയുടെ ഉമ്മ നജീമ എന്നിവരാണ്. ഇതിൽ കാര്യമായി പരിക്കേറ്റിരിക്കുന്നവർ ഈ മുതിർന്ന 3 പേർക്കാണ്. അതിൽ തന്നെ ഷെരീഫിന് കാലിനൊക്കെയാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. ചെറിയ രീതിയിൽ ഒരു പൊട്ടലുണ്ട് എന്നുള്ള കാര്യമാണ് അറിയാൻ കഴിയുന്നത്. മറ്റു 2 പേർക്കും കൈകൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. കുട്ടികൾക്ക് നിസ്സാര പരിക്കുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആ മേഖലയിലൊക്കെ തന്നെ, അതായത് വനപ്രദേശവുമായി ചേർന്ന് കിടക്കുന്ന മേഖലയിലായതുകൊണ്ട് തന്നെ ഈ വന്യമൃഗങ്ങളൊക്കെ നാട്ടിലേക്ക് ഇറങ്ങുന്നത് പതിവാണ്. അത്തരത്തിൽ തന്നെ വലിയൊരു കാട്ടുപോത്താണ് ഇറങ്ങിയിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. അത് ഇടിച്ചതിന് ശേഷം റോഡിൽ നിന്ന് എഴുന്നേറ്റ് അടുത്തൊരു കാർ വരുന്ന സമയത്ത് അവിടെ നിന്നിട്ട് വളരെ വേഗം ഓടിപ്പോവുകയാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഉടൻ തന്നെ നാട്ടുകാരൊക്കെ ഓടിക്കൂടി ഇവരെ കുളത്തൂപ്പുഴയിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഭാഗ്യം കൊണ്ട് അവർക്ക് ജീവൻ തിരിച്ചു കിട്ടിയെന്ന് തന്നെ പറയാം. ഈ ഇടിയുടെ ആഘാതത്തിൽ പെട്ടെന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട് സമീപത്തുള്ള വീട്ടിന്റെ മതിലിടിച്ചായിരുന്നു ഈ ജീപ്പ് നിന്നത്.